വഴിയടച്ചുള്ള പാർട്ടി പരിപാടികളിൽ ഹൈക്കോടതി കടുപ്പിച്ചതോടെ മുഖം നഷ്ടമായി ഇടതു പാർട്ടികൾ. CPM-CPI സംസ്ഥാന സെക്രട്ടറിമാരോട് ഹാജരാകാൻ നിർദ്ദേശിച്ചത് അപ്രതീക്ഷിത തിരിച്ചടി. ഹൈക്കോടതിയുടെ നീക്കങ്ങൾ സംഭവത്തിൽ നടപടി സ്വീകരിക്കാതിരുന്ന പോലീസിനും നാണക്കേടായി മാറി. റോഡ് തടഞ്ഞുള്ള യോഗങ്ങൾ തടയാൻ സംസ്ഥാന പോലീസ് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് സ്വമേധയാ കോടതിയലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി മുന്നോട്ട് പോകുന്നത്. ഉത്തരവുകൾ ലംഘിച്ചതിന് CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാരെ ഒരുമിച്ച് വിളിച്ചു വരുത്തുന്നതിലൂടെ വലിയൊരു മുന്നറിയിപ്പും കോടതി നൽകുന്നു. ഫെബ്രുവരി 10 നേതാക്കൾ ഹാജരാകുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന കടുത്ത നിലപാടാണ് കോടതി സ്വീകരിക്കുന്നത്. ഏത് റോഡിലും പൊതുജനത്തിന്റെ സഞ്ചാരം തടസ്സപ്പെടുത്തി സമരവും സമ്മേളനവും നടത്തുന്ന രീതി തുടരാനാകില്ലെന്നതാണ് കോടതി നൽകുന്ന സന്ദേശം. കോൺഗ്രസിന്റെ ചില നേതാക്കളോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും CPI-CPM സംസ്ഥാന സെക്രട്ടറിമാർ നേരിട്ട് കോടതിയിലെത്തി വിമർശനം കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്രതീക്ഷിത തിരിച്ചടിയായി. താക്കീതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് കോടതി കടന്നാൽ അതും ക്ഷീണമാകും. ഹൈക്കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് പോകുമെന്ന് സംസ്ഥാന പോലീസ് പോലും കണക്ക് കൂട്ടിയിരുന്നില്ല. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സ്പർജൻ കുമാർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ എന്നിവരും ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. റോഡ് കയ്യേറിയുള്ള സമരങ്ങളും പരിപാടികളും തടയാനുള്ള കോടതി ഉത്തരവ് പാലിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഉദ്യോഗസ്ഥരും കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ അത് പോലീസിനുണ്ടാക്കുന്നത് വലിയ നാണക്കേട്. ജനം, തിരുവനന്തപുരം.